Привет, это Юлия Навальная. ഞാൻ യൂലിയ നവൽനയ. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യില്ലായിരുന്നു. എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാകുമായിരുന്നു നിങ്ങളോട് സംസാരിക്കുക. പക്ഷേ ആ മനുഷ്യനെ വ്ളാദിമിർ പുടിൻ കൊന്നു. എൻ്റെ ഭർത്താവ് അലക്സി നവൽനിയെ പുടിൻ കൊന്നു. എൻ്റെ കുട്ടികളുടെ അച്ഛനെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ പുടിൻ കൊന്നു. ഈ കൊല എങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് ഞങ്ങൾ ഉടൻ കണ്ടെത്തും. അത് നിങ്ങളെ അറിയിക്കും. നവൽനിയെ കൊന്നതിലൂടെ ഞങ്ങളുടെ പ്രതീക്ഷകളെയും സ്വാതന്ത്ര്യത്തെയും ഭാവിയെയും കൊല്ലാം എന്നാണ് പുടിൻ കരുതുന്നത്. നവൽനിയുടെ പ്രവർത്തനങ്ങൾ ഇനി മുതൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഭാര്യ യൂലിയ നവൽനയ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവ. നവൽനിയുടെ മൃതദേഹം എവിടെയെന്ന് അറിയില്ലെന്നും റഷ്യൻ സർക്കാർ മൃതദേഹം ഒളിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള ആരോപണം യൂലിയ ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ അലക്സി നവൽനിയുടെ മൃതദേഹം 2 ആഴ്ചത്തേക്ക് വിട്ടുകിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അറിയിപ്പ് കിട്ടി. രാസപരിശോധനയ്ക്കായാണ് ഈ കാലതാമസമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പോളാർ ഉൾഫ് എന്ന് കുപ്രസിദ്ധമായ ആർട്ടിക് മേഖലയിലെ ജയിലിൽ നവൽനി നടത്തത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതാരും വിശ്വസിച്ചിട്ടില്ല. അടുത്ത മാസം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നവൽനിയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെയും റഷ്യ ഓഫ് ദ ഫ്യൂച്ചർ പാർട്ടിയുടെയും തലപ്പത്തേക്ക് യൂലിയ എത്തുകയാണ്. മരണശേഷവും നവൽനി പുടിനെ വട്ടം കറക്കുമെന്ന് ഉറപ്പ്.